ഒന്നാം സങ്കീർത്തനം ആരാണ് എഴുതിയെന്ന് വ്യക്തമായ തെളിവുകളൊന്നും തന്നെ ലഭ്യമല്ല. എന്നിരുന്നാലും ഒന്നാം സങ്കീർത്തനത്തിന് ഒരു വ്യത്യസ്തമായ സ്വഭാവം പ്രകടമാണ്. സങ്കീർത്തനങ്ങൾ വ്യത്യസ്തമായ മനോഭാവങ്ങളിൽ രചിക്കപ്പെട്ടതാണ്. തീവ്രമായ മനോവ്യഥയിൽ സങ്കീർത്തനം രചിക്കപ്പെട്ടിട്ടുണ്ട്. ശത്രുവിൻ്റെ പോരാട്ടത്തിൻ്റെ മധ്യത്തിൽ രക്ഷപ്പെടുന്ന ഒരു അനുഭവത്തിൽ സങ്കീർത്തനം രചിക്കപ്പെട്ടിട്ടുണ്ട്. ഉപദേശത്തിൽ സങ്കീർത്തനം രചിക്കപ്പെട്ടിട്ടുണ്ട്. ദൈവത്തെ വർണ്ണിക്കാൻ സങ്കീർത്തനം രചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ തീവ്രമായ മനോഭാവങ്ങളൊക്കെ സങ്കീർത്തനത്തിലൂടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടെ ഒന്നാം സങ്കീർത്തനത്തിനൊരു വ്യത്യസ്തമായ പ്രത്യേകതയുണ്ട്. ഇതൊരു ഉപദേശത്തിൻ്റെ തീവ്രമായ ഒരു ഭാവം ഒന്നാം സങ്കീർത്തനത്തിൽ നിലനിൽക്കുന്നുണ്ട്. പ്രാരംഭത്തിൽ തന്നെ ഉപദേശിക്കുകയാണ്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. ഇവിടെ പക്വതയുള്ള, ദൈവത്തിൻ്റെ താല്പര്യങ്ങളെക്കുറിച്ച് ധാരണയുള്ള ഒരു വ്യക്തിയുടെ വാചകങ്ങളായിട്ടാണ് ഒന്നാം സങ്കീർത്തനത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരു ശാസ്ത്രിയോ ഒരു അധ്യാപകനോ ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ച് ദൈവത്തിനു വേണ്ടി നിൽക്കാൻ സാധ്യതയുള്ളൊരു പ്രവാചകനോ അത്തരത്തിലുള്ളൊരു വ്യക്തിയാണ് ഈ ഒന്നാം സങ്കീർത്തനം എഴുതിയെന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും.